ഈ മുഹമ്മദ് റിയാസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റില് മുഹമ്മദ് റിയാസ് ഈ വർഗീയത കളിക്കുന്നുണ്ട് എന്നൊരു സംശയം വ്യക്തമാണ്. കാരണം പള്ളി കമ്മിറ്റിക്കാർ വിളിച്ചതനുസരിച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് പള്ളിയിലേക്ക് എത്തിയത്. അപ്പോൾ പള്ളിയിലേക്ക് വരുന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് നിങ്ങൾ ആ പള്ളിയിലുള്ള ചില ചിട്ടകളൊക്കെ പാലിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതായത് വേറൊന്നുമല്ല, റിയാസിന് ഇന്നലെ വലിയ രീതിയിൽ ഒരു വിഷമമുണ്ടായി എന്നൊക്കെയാണ് റിയാസ് പറയുന്നത്. അതായത് പള്ളിക്കകത്ത് വന്ന പോലീസ് ഉദ്യോഗസ്ഥർ സോക്സും ഷൂസും ഒക്കെ ധരിച്ചുകൊണ്ട്, അതായത് ബൂട്ട് ഇട്ടുകൊണ്ടാണ് വന്നത്. അത് റിയാസിന് വലിയ രീതിയിൽ ഒരു മാനസിക വിഷമം ഉണ്ടാക്കിയെന്നാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഒരു ആധാരം. ഈ റിയാസിന് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഈ മുഖ്യമന്ത്രി പിണറായി വിജയനും അന്ന് CPM-ലെ കുറെ നേതാക്കന്മാരൊക്കെ ചേർന്ന് കുറെ ആക്ടിവിസ്റ്റുകളെയൊക്കെ അന്ന് ശബരിമലയിലേക്ക് കയറ്റി. അന്ന് പോലീസിന്റെ അകമ്പടിയോടെ ബൂട്ടും ഷീൽഡും ഒക്കെ വെച്ചുകൊണ്ട് അന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഈ ബൂട്ട് വിട്ടുകൊണ്ടാണ് അന്ന് ശബരിമലയിൽ വരെ പോയത്. അന്നൊന്നും റിയാസിന് ഒരു തരത്തിലുമുള്ള ഒരു പ്രശ്നവും ഉണ്ടായില്ല. പക്ഷേ റിയാസിന്റെ മതത്തിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ, പള്ളിയിൽ പോലീസ് ബൂട്ടിട്ട് കയറിയപ്പോൾ റിയാസിന് വലിയ രീതിയിൽ ഒരു ചൊറിച്ചിലുണ്ടായി. അതിന്നലെ ഒരു വർഗീയമായ ഒരു പരാമർശം റിയാസ് ഇന്നലെ ഫേസ്ബുക്കിലേക്ക് നടത്തിയിരിക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ നബിദിനവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു പ്രശ്നമുണ്ടായി. അതിൽ ഒരു പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് പള്ളി കമ്മിറ്റിക്കാർ നേരായ രീതിയിൽ പോലീസിന്റെ ഒരു സഹായം തേടി. പോലീസ് വന്നു, അവിടെ പ്രശ്നം പരിഹരിച്ചു. നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഭാസ്കരൻ നായർ അജയൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: തിരുവോണ നാളിൽ വർഗീയത പറയുന്നു എന്ന് പറയരുത്. വർഗീയത പറയുന്നത് ആരാണ്? ഇത് മുൻ മന്ത്രിയും ഇപ്പോഴത്തെ MLA-മായ ശ്രീ മുഹമ്മദ് റിയാസിന്റെ FB പോസ്റ്റാണ്. വടകര കണ്ണൂർക്കര പള്ളിയിൽ സംഘർഷമുണ്ടായി. പള്ളി കമ്മിറ്റിക്കാർ തന്നെ പോലീസിനെ വിളിച്ചു. പോലീസുകാരെ സമാധാന അന്തരീക്ഷമുണ്ടാക്കി. ഇതാണ് സംഭവം. ഇതിനെയാണ് റിയാസ് പറയുന്നത് 10 വർഷമായി കേരളം കാണാത്ത കാഴ്ച, മതനിരപേക്ഷ കേരളത്തിന് അപമാനമെന്ന്. എന്റെ ചോദ്യം ഇതാണ്. അതായത് ഭാസ്കരൻ നായർ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ. അതിൽ ഒന്നാമത്തേത്, ഹിന്ദുപക്ഷം പറയാൻ CPM-ൽ ആരുണ്ട്? വെള്ളാപ്പള്ളി നടേശൻ ഹിന്ദുക്കളുടെ ന്യായമായ ആശങ്ക പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വർഗീയവാദിയാക്കി അധികാരം നഷ്ടപ്പെടുത്താൻ നടേശൻ കർണക്കാരൻ എന്ന രീതിയിൽ ഷംസീറും ആരിഫും തുടങ്ങിയ CPM-ലെ സകല പ്രത്യേക മതവിശ്വാസികളും ശക്തിയോടെ വാദിച്ചില്ലേ? അന്ന് നിങ്ങളൊക്കെ എവിടെയായിരുന്നു ഈ മതനിരപേക്ഷത? രണ്ടാമതായി അദ്ദേഹം ചോദിക്കുന്നത്, പള്ളിയിൽ പോലീസ് കയറിയത് റിയാസിന് വിഷമമായി, എന്നാൽ ശബരിമല ഓർമ്മയില്ലേ? ശബരിമലയിൽ കുറച്ച് അവളുമാരെയും ആക്ടിവിസ്റ്റുകളെയും പോലീസിന്റെ അകമ്പടിയിൽ കയറ്റി അഹങ്കാരം കാണിച്ചതും, ശരണം വിളിക്കാൻ പോലും അനുവദിക്കാതെ മല ചവിട്ടാൻ വന്ന ഭക്തരെ തല്ലി ചവിട്ടിയതും, ഗണപതി മിത്താണ് എന്നൊക്കെ പറഞ്ഞതുമൊക്കെ അന്ന് മതേതരത്വമായിരുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അന്ന് പോലീസ് അമ്പലത്തിൽ കയറിയപ്പോൾ അത് പുരോഗമനം, ഇന്ന് പള്ളിയിൽ കമ്മിറ്റി വിളിച്ച് കയറിയപ്പോൾ അത് ഫാസിസം അല്ലേ മുഹമ്മദ് റിയാസ്? ഇത് ഭരണഘടനയുടെ പ്രശ്നമാണ്. ഇന്ത്യയിൽ ഭരണഘടനയ്ക്കുള്ളിലാണ് അമ്പലവും പള്ളിയും ചർച്ചുമൊക്കെ പ്രവർത്തിക്കുന്നത്. ഇത് ഭരണഘടനയുടെ പ്രശ്നമാണ്. ഭരണഘടനയ്ക്കുള്ളിലാണ് അമ്പലവും പള്ളിയും ചർച്ചുമൊക്കെ ഇന്ന് പ്രവർത്തിക്കുന്നത്. ഇവിടെ ഉണ്ടാകുന്ന ചേരിതിരിവുകളും സംഘർഷങ്ങളും തമ്മിൽ തല്ലിത്തീർക്കാനാണെങ്കിൽ പിന്നെ പോലീസും പട്ടാളവും കോടതിയും ഒക്കെ എന്തിനാണ്? ആരാധനാ സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനാ നിയമം മൂലമാണ് ഉറപ്പാക്കുന്നത്. സംഘർഷം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ ചുമതലയുള്ളവർ തന്നെ പോലീസ് സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലീസ് ആ സഹായം നൽകും. അത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്, അവരുടെ കടമയാണ്, അവരുടെ കർത്തവ്യമാണ്. അതിനെ സമുദായമായി മാത്രം കാണാൻ റിയാസിനൊക്കെ തോന്നുന്ന രീതിയിൽ കാഴ്ചപ്പാട് മാറി. അത് റിയാസിന്റെ വിവരമില്ലായ്മയാണ്. MLA ആയിട്ട് മന്ത്രിയായിട്ട് വിടുന്നിട്ട് കാര്യമില്ല, കുറച്ച് വിവരവും വേണം. മുട്ടനാടുകൾ കൂട്ടിമുട്ടുമ്പോൾ ചോര കുടിക്കാൻ വരുന്ന ചെന്നായ്ക്കൾ. ഇടതുപക്ഷത്തിലെ 2 ഭാഗം തമ്മിൽ തല്ലുമ്പോൾ അതിൽ കയറി ഹിന്ദു വിരുദ്ധ കാടിറക്കി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനാണ് ഈ പോസ്റ്റ്. അതെന്ന് മുഹമ്മദ് റിയാസ് ഇട്ട ആ പോസ്റ്റ്. സ്വാഭാവികമായി പള്ളിയാണ്, രണ്ടും തമ്മിലൊരു അടി, വേണമെങ്കിൽ ഒരു സംഘർഷം, ഒരു കലാപം നമുക്ക് സാധാരണ കാണുന്നുണ്ട്. ഈ ക്രിസ്ത്യൻ പള്ളിയിലൊക്കെ പള്ളികൾ ഏറ്റെടുക്കാനായിട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു സംഘർഷം ഇന്നലെ മുസ്ലിം പള്ളിയിൽ ഉണ്ടാകാതെ പള്ളി കമ്മിറ്റിക്കാർ കൃത്യമായി തന്നെ പോലീസിന്റെ ഒരു സഹായം തേടി പോലീസ് വന്നു ആ പ്രശ്നം മിനിറ്റുകൾക്കുള്ളിൽ സോൾവ് ആക്കിയതാണ്. അതാണ് റിയാസിന് വലിയ രീതിയിൽ ഒരു ചൊറിച്ചിലുണ്ടാക്കിയത്. മുട്ടനാടിന്റെ ചോരയ്ക്ക് നല്ല രുചിയാണല്ലേ? ജനം ഇതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് മുഹമ്മദ് റിയാസെ, മന്ത്രിയായിരുന്ന താങ്കളെ കേരളം ഇപ്പോൾ ഒരു MLA മാത്രമാക്കി സൈഡിലേക്ക് മാറ്റിയിരുത്തിയത്. അതുകൊണ്ടാണ് നിങ്ങളുടെ CPM എന്ന പാർട്ടിയെ ജനങ്ങൾ ഇപ്പോൾ ഒരു വിലയുമില്ലാതെ ആക്കി സൈഡിലേക്ക് ഇരുത്തിയത്. ഈ തിരുവോണ നാളിൽ ഇതെങ്കിലും നിങ്ങൾ തിരിച്ചറിഞ്ഞ് പെരുമാറണം. പിന്നെ റിയാസ് പൊതുമരാമത്ത് മന്ത്രിയായി ഇരുന്നത് കൊണ്ട് റിയാസിന്റെ പ്രവർത്തനങ്ങളിൽ റിയാസിന്റെ പ്രോഗ്രസ് കാർഡ് കണ്ട് ജനം കൈയടിച്ചുകൊണ്ടല്ല താങ്കളെ MLA ആക്കിയത്. ഒരു സഹാനുഭൂതി, ഒരു ദയ, ഒരു അനുകമ്പം, അല്ലെങ്കിൽ കുറച്ച് ഒരു മുസ്ലിം എന്നൊരു പേര് ഉള്ളത് കൊണ്ട് കുറച്ച് മുസ്ലിം വോട്ടുകൾ, പേപ്പൂരിൽ നിന്നടക്കം കുറച്ച് മുസ്ലിം വോട്ടുകൾ റിയാസിന് കിട്ടി, അത്രയേ ഉള്ളൂ. അല്ലാതെ റിയാസ് പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു കൊണ്ട് കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തു എന്നുള്ള ഒരു വിചാരം ചിലപ്പോൾ റിയാസിന്റെ മനസ്സിലുണ്ടാകുമെങ്കിലും അങ്ങനെ ഒന്നുമില്ല. ഈ റിയാസ് ഇപ്പോൾ MLA ആയത് ഈ
നേരത്തെ അദ്ദേഹം ടൂറിസം വകുപ്പൊക്കെയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ആകർഷനായി അല്ലെങ്കിൽ അതിലെന്തൊക്കെയോ മുഹമ്മദ് റിയാസ് ചെയ്തു കൂട്ടി എന്നുള്ള ഒരു ചിന്ത മുഹമ്മദ് റിയാസിനുണ്ടെങ്കിൽ അത് ഇപ്പോഴേ കളഞ്ഞോണം. കുറച്ച് മുസ്ലിം വോട്ട്, പിന്നെ കോഴിക്കോട് നിന്നുള്ള കുറച്ച് മുസ്ലിം വോട്ടൊക്കെ കിട്ടിയത് കൊണ്ട് മാത്രമാണ് റിയാസ് ഇപ്പോൾ MLA ആയിട്ടിരിക്കുന്നത്. അല്ലാതെ മന്ത്രിയായിരുന്ന കാലയളവിൽ റിയാസ് കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കേന്ദ്രം എന്തെങ്കിലും പദ്ധതി തന്നാൽ പോലും അതിനെ തകർക്കാനോ അല്ലെങ്കിൽ അതിൽ കൊണ്ടുവന്നിട്ട് ഇടങ്കോളിടാനോ മാത്രമേ അന്നും CPM ചെയ്തിട്ടുള്ളൂ, ഇന്നും CPM ചെയ്യുന്നത്.